കൊടുങ്ങല്ലൂർ ചന്തപ്പുരയിൽ കാർ കല്ലെറിഞ്ഞ് തകർത്ത സംഭവത്തിൽ 3 പേർ അറസ്റ്റിലായി. പ്രതികൾക്കെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു. മദ്യലഹരിയിൽ ബസ് ഓടിച്ച 2 ഡ്രൈവർമാരെ കുന്നംകുളം പോലീസ് പിടികൂടി. ഇരുവരുടെയും ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ്. എരുമപ്പെട്ടിയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ സ്ഥാപിക്കാൻ വെട്ടിപ്പൊളിച്ച റോഡുകൾ ശരിയാക്കിയില്ല. യാത്രാ ദുരിതത്തിൽ പ്രതിഷേധവുമായി ഓട്ടോ തൊഴിലാളികളും യാത്രക്കാരും. സാങ്കേതിക തടസ്സങ്ങൾ നീക്കാൻ ജില്ലാ കളക്ടറുടെ ഇടപെടൽ. പൈങ്കുളം വായനശാല അംഗൻവാടിക്ക് പുതിയ കെട്ടിടം പണിയാൻ തീരുമാനമായി. വാർത്തകൾ വിശദമായി. കൊടുങ്ങല്ലൂരിൽ നടുറോഡിൽ നാട്ടുകാർ നോക്കി നിൽക്കെ കാറിന്റെ ചില്ലുകൾ അടിച്ചു തകർത്ത കേസിൽ 3 പേരെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. അക്രമി സംഘത്തിൽ ഉൾപ്പെട്ട ശ്രീനാരായണപുരം പത്താഴക്കാട് കളപ്പുരയ്ക്കൽ അസീം, മതിലകം തൈവളപ്പിൽ സിറാജ്, പ്രതികൾക്ക് സഹായം ചെയ്ത മതിലകം ഓണച്ചമ്മാവ് കന്നത്ത് പടിക്കൽ ബറാഖ് എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ദേശീയപാതയിൽ കൊടുങ്ങല്ലൂരിൽ ചന്തപ്പുരയ്ക്ക് സമീപം ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. തൃപ്രയാർ ഭാഗത്തുനിന്നും അമിത വേഗതയിൽ വന്ന 2 കാറുകളിൽ ഒന്നിന് നേരെയാണ് ആക്രമണം നടത്തിയത്. തൃപ്രയാറിൽ വെച്ച് 2 കാർ യാത്രക്കാർ തമ്മിൽ ഉണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയായാണ് കൊടുങ്ങല്ലൂരിൽ അക്രമം നടന്നത്. ഫിയറ്റ് കാറിലെത്തിയവരും ചന്തപ്പുരയിൽ കാത്തുനിന്നവരും ചേർന്ന് റിഡ്സ് കാറിന്റെ ചില്ലുകൾ കല്ലുകൊണ്ട് അടിച്ചു തകർക്കുകയായിരുന്നു. മറ്റു പ്രതികളെ തിരിച്ചറിഞ്ഞതായും ഇവർക്കായി അന്വേഷണം നടന്നുവരികയാണെന്നും SI ഹറോൾഡ് ജോർജ് പറഞ്ഞു. ഇന്നലെ കൊടുങ്ങല്ലൂർ ചന്തപ്പുര ഭാഗത്ത് ഒരു റിഡ്സ് കാർ ഏതാനും ചെറുപ്പക്കാർ ചേർന്ന് റിഡ്സ് കാറിലുള്ളവരെ ആക്രമിക്കുക, അതുപോലെ തന്നെ വാഹനം കല്ലെടുത്ത് ഇട്ട് നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ വളരെയധികം വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കൊടുങ്ങല്ലൂർ ഈ സംഭവത്തെ പറ്റി അന്വേഷിച്ച് കൊടുങ്ങല്ലൂർ പോലീസ് വിവിധ വകുപ്പുകൾ ഉപയോഗിച്ച് കേസെടുക്കുകയും 308 വധശ്രമത്തിന് ഉൾപ്പെടെയുള്ള സെക്ഷനുകളിട്ട് കേസെടുക്കുകയും ഈ കേസിലേക്ക് 2 പേരെ ആ സമയത്തുണ്ടായിരുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മദ്യലഹരിയിൽ ബസ് ഓടിച്ച ഡ്രൈവർമാരെ കുന്നംകുളം പോലീസ് പിടികൂടി. കൂനമുച്ചി സ്വദേശി അഭിനേഷ്, പെരിങ്ങോട് സ്വദേശി രവീന്ദ്രൻ എന്നിവരെയാണ് ബസ് സ്റ്റാൻഡിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ കുന്നംകുളം സബ് ഇൻസ്പെക്ടർ മഹേഷ് പിടികൂടിയത്. രവീന്ദ്രൻ ഓടിച്ചിരുന്ന ഫിദമോൾ ബസും അഭിനേഷ് ഓടിച്ചിരുന്ന ജനതാ ബസും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇരുവരുടെയും ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. KSRTC സ്വകാര്യ ബസ് ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവർ ലഹരി ഉപയോഗിച്ച് ബസ് സർവീസ് നടത്തുന്നുണ്ടെന്ന വ്യാപക പരാതിയെ തുടർന്നാണ് പരിശോധനയുമായി പോലീസ് രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 4 ബസുകൾ പോലീസ് പിടികൂടിയിരുന്നു. പരിശോധന ശക്തമാക്കുമെന്ന് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാൻ അറിയിച്ചു. എരുമപ്പെട്ടിയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ സ്ഥാപിക്കാൻ വെട്ടിപ്പൊളിച്ച റോഡുകൾ ശരിയാക്കാൻ അധികൃതർ തയ്യാറാകാത്തത് വാഹനയാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്നത് എരുമപ്പെട്ടിയിലെ ഓട്ടോ പാർക്കുകളിലെ ഡ്രൈവർമാരാണ്. എരുമപ്പെട്ടി ടെലിഫോൺ എക്സ്ചേഞ്ച് മുതൽ കരിയന്നൂർ വരെയുള്ള യാത്രയിൽ 30ഓളം സ്ഥലത്താണ് റോഡ് നെടുകെ കീറി പൈപ്പുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. മൂടാത്തതാണ് ഓട്ടോറിക്ഷ തൊഴിലാളികളെ ബുദ്ധിമുട്ടിലാക്കുന്നത്. ഏറ്റവും കൂടുതൽ ഓട്ടം പോകുന്ന റോഡാണ് യത്തീംഖാന കരിയന്നൂർ റോഡ്. തുടർച്ചയായി കുഴികളിൽ ചാടുന്നതിനാൽ ഓട്ടോറിക്ഷകൾക്ക് തകരാറുകൾ സംഭവിക്കുന്നുണ്ടെന്നും റിപ്പയർ നടത്തുന്നതിന് വലിയ തുക ചെലവ് വരുന്നുണ്ടെന്നും ഡ്രൈവർമാർ പറയുന്നു. യത്തീംഖാന റോഡ് മുതൽ കരിവന്നൂർ വരെ റോഡുകൾ കംപ്ലീറ്റ് വെള്ളത്തിന്റെ പൈപ്പിന് വേണ്ടിയിട്ട് പൊളിച്ചിട്ടേക്കാം. ചുരുങ്ങിയത് ഒരു 30 ചാലുകളുണ്ട്. അപ്പം ഞങ്ങളെ പോലത്തെ സാധാരണ ഈ ഓട്ടോറിക്ഷ ഓടിച്ചു പോയാൽ നമുക്ക് ആകെ കിട്ടാൻ പോകുന്നത് 30 രൂപയാണ്. അതിന് നമ്മൾ 30 ചാല് ചാടിയിട്ട് വേണം പോവാൻ. വണ്ടിയുടെ സംബന്ധമായിട്ടുള്ള എല്ലാ കേടുപാടുകളും വരികയാണ്. അധികാരികളെ എത്രയും പെട്ടെന്ന് അതൊന്ന് നോട്ട് അടച്ച് തരണമെന്ന് വിനീതമായിട്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. എരുമപ്പെട്ടിയിലെ ഉൾപ്രദേശങ്ങളിലേക്കുള്ള ഭൂരിഭാഗം റോഡുകളുടെയും അവസ്ഥ ഇതാണ്. ജൽജീവൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായി പുതുതായി നിർമ്മിച്ച റോഡുകൾ പോലും അശാസ്ത്രീയമായ രീതിയിൽ പല സ്ഥലങ്ങളിലും വെട്ടിപ്പൊളിച്ചിരിക്കുകയാണ്. റോഡുകളിലെ കുഴികൾ അടയ്ക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാരും ഓട്ടോ ടാക്സി തൊഴിലാളികളും ആവശ്യപ്പെട്ടു. TCV എരുമപ്പെട്ടി. പാഞ്ഞാൾ പഞ്ചായത്തിലെ 29-ാം നമ്പർ അംഗൻവാടിയായ പൈങ്കുളം വായനശാല അംഗൻവാടി പുതുക്കി പണിയുന്നതിന്റെ ഭാഗമായി പഴയ കെട്ടിടം പൊളിച്ചുമാറ്റാൻ ജില്ലാ കളക്ടറുമായി നടത്തിയ യോഗത്തിൽ അന്തിമ തീരുമാനമായി.
ജില്ലാ പഞ്ചായത്തിൽ നിന്നും 15 ലക്ഷവും പഞ്ചായത്തിൽ നിന്നും 5 ലക്ഷം രൂപയും ചിലവഴിച്ചാണ് അംഗൻവാടി പുതുക്കി പണിയുന്നത്. സ്ഥലവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും അംഗൻവാടി ഇലക്ഷൻ സെന്റർ ആയിരുന്നതിനാലും ഉന്നത അധികാരികളുടെ അനുമതി ലഭ്യമാക്കുന്നതിനാൽ കാലതാമസം നേരിട്ടിരുന്നു. തുടർന്ന് ജില്ലാ കളക്ടറുമായി പഞ്ചായത്ത് സെക്രട്ടറി ആൽഫ്രഡ് സോജനും വാർഡ് മെമ്പർ സന്ദീപ് കോതനാത്ത് ചേർന്ന് നടത്തിയ ചർച്ചയെ തുടർന്നാണ് നടപടി. 4 മാസത്തിനുള്ളിൽ പഴയ കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയ അംഗൻവാടി കെട്ടിടം പൂർത്തീകരിച്ച ഉദ്ഘാടനം ഡിസംബർ 15-നുള്ളിൽ നടത്താൻ ജില്ലാ കളക്ടറുടെ ഉത്തരവായത്. താൽക്കാലികമായി അംഗൻവാടി മാവിൻചുവട് പ്രദേശത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്ക് പ്രവർത്തനം മാറ്റും. പുതിയ കെട്ടിടത്തിന്റെ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും വാർഡ് മെമ്പർ അറിയിച്ചു. സമ്പൂർണ്ണ വാക്സിനേഷൻ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ നിർവഹിച്ചു. പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് MM റജീന അധ്യക്ഷത വഹിച്ചു. സബ് കളക്ടർ മുഹമ്മദ് ഷെഫീഖ് മുഖ്യാതിഥിയായി. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പ്രതിനിധി ഡോക്ടർ സന്ദീപ് റാത്തോഡ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സജീവ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അടഞ്ഞുകിടക്കുന്ന ക്രഷർ യൂണിറ്റിൽ മോഷണം നടത്തിയ യുവാവിനെ ചാലിശ്ശേരി പോലീസ് പിടികൂടി. പെരുമ്പിലാവ് സ്കൂൾമേട് വീട്ടിൽ മണികണ്ഠനാണ് അറസ്റ്റിലായത്. നാഗലശ്ശേരി മൂളിപ്പറമ്പ് ഭാഗത്ത് അടഞ്ഞുകിടക്കുന്ന മലബാർ ക്രഷർ യൂണിറ്റിലാണ് പ്രതി മോഷണം നടത്തിയത്. മോഷണം നടന്ന ദിവസം രാത്രി മണികണ്ഠൻ ഇരുചക്രവാഹനത്തിൽ ഈ ഭാഗത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ നിൽക്കുന്നത് നാട്ടുകാർ കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി വനത്തിൽ ഒളിപ്പിച്ച സാധനങ്ങൾ തിരികെ എടുക്കാനെത്തിയപ്പോൾ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. വിവരമറിയിച്ചതിനെ തുടർന്ന് ചാലിശ്ശേരി SHO സതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു. ഇയാളിൽ നിന്നും മോഷ്ടിച്ച ഇരുമ്പ് സാമഗ്രികൾ കണ്ടെടുത്തു. പ്രതിയുടെ ബൈക്കും പോലീസ് പിടിച്ചെടുത്തു. നെല്ലായി റെയിൽവേ സ്റ്റേഷന് സമീപം യുവാവ് ട്രെയിൻ തട്ടി മരിച്ചു. മറ്റത്തൂർ വാസുപുരം പാപ്പാളി വീട്ടിൽ പുഷ്പാകരൻ മകൻ 23 വയസ്സുള്ള അക്ഷയാണ് മരിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെ 5:30യോടെയായിരുന്നു സംഭവം. റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ട്രാക്കിനടുത്താണ് മൃതദേഹം കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കഴിഞ്ഞ 7 വർഷമായി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ സമസ്ത മേഖലകളും തകർത്താണ് മുന്നോട്ടു പോകുന്നതെന്നും ഇതിന് കുടപിടിക്കാൻ കേരളത്തിലെ പോലീസിനെയും കൂട്ടുപിടിച്ചിരിക്കുകയാണെന്നും DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ പറഞ്ഞു. വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VK ഫസലുൽ അലിക്ക് പതാക കൈമാറി പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. VK ഫസലുൽ അലി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് PK ഹസൻ, DCC ജനറൽ സെക്രട്ടറിമാരായ MV ഹൈദരാലി, AM അലാവുദ്ദീൻ, DCC എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഉമ്മർ മുക്കണ്ടത്ത്, P ഗോപാലൻ തുടങ്ങിയവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി. കലാപകലുഷിതമായ അന്തരീക്ഷമുണ്ടാക്കാൻ നേതൃത്വം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ബാധ്യതപ്പെട്ടവർ, ജനോപകാരപ്രദമായ പദ്ധതികൾക്ക് പ്രാമുഖ്യം കൊടുക്കാൻ ഉത്തരവാദപ്പെട്ടവർ അത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ജില്ലയിൽ കേരള പോലീസ് അസോസിയേഷനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക വിഭാഗത്തിന് തിരിച്ചടി. ഔദ്യോഗിക വിഭാഗത്തിലെ തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റും സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും പരാജയപ്പെട്ടു. സിറ്റിയിൽ ആകെ മത്സരം നടന്ന 30 സീറ്റുകളിൽ 6 സീറ്റിലാണ് പ്രതിപക്ഷ അനുകൂല വിഭാഗം വിജയിച്ചതെങ്കിലും ജില്ലാ പ്രസിഡന്റ് പരാജയപ്പെട്ടത് വൻ തിരിച്ചടിയായി. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലെ മധുവാണ് പരാജയപ്പെട്ടത്. ഗുരുവായൂർ ടെമ്പിൾ, ചാവക്കാട്, ഗുരുവായൂർ, എരുമപ്പെട്ടി, ചെറുതുരുത്തി, മണ്ണുത്തി എന്നിവിടങ്ങളിലാണ് പ്രതിപക്ഷ അനുകൂല വിഭാഗം സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. AR ക്യാമ്പിലെ 11 സീറ്റുകളിൽ മത്സരമുണ്ടായെങ്കിലും മുഴുവൻ സീറ്റും ഭരണപക്ഷം നേടി. റൂറലിൽ ആകെയുള്ള 31 സീറ്റിൽ മത്സരം നടന്ന 16 സീറ്റിൽ 5 സീറ്റുകൾ പ്രതിപക്ഷത്തിന് ലഭിച്ചു. പോലീസ് അക്കാദമിയിൽ ആകെയുള്ള 5 സീറ്റുകളിൽ 3 സീറ്റ് നേടി പ്രതിപക്ഷ വിഭാഗം ഭരണം പിടിച്ചെടുത്തു. സംസ്ഥാനത്ത് ഭരണപക്ഷത്തിന് നഷ്ടപ്പെട്ട ഏക കമ്മിറ്റിയും ഇതാണ്. ഇവിടെ പ്രതിപക്ഷ വിഭാഗത്തിലെ ഒരു സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ ക്ലർക്കിൽ അപാകത സൂചിപ്പിച്ച് തള്ളിയിരുന്നു. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 23 ലക്ഷം രൂപ ചെലവിൽ മറ്റത്തൂർ പഞ്ചായത്തിലെ 10-14 വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് പണി കഴിച്ച നമ്പ്യാർപാടം പാലം നാടിന് സമർപ്പിച്ചു. പതിറ്റാണ്ടുകളായുള്ള യാത്രാ ദുരിതത്തിന് അറുതി കുറിച്ച് നിലവിൽ വന്ന പാലം നാട്ടുകാരുടെ ആഹ്ലാദാരവങ്ങളുടെ പശ്ചാത്തലത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് P ജോസ്, മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV ഉണ്ണികൃഷ്ണൻ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജിത രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. മുരിയാട് പഞ്ചായത്തിന്റെ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ പദ്ധതിയായ DG മുരിയാടിന്റെ 1ാം ഘട്ട പ്രവർത്തനം ആരംഭിച്ചു.
റോഡുകൾ, തോടുകൾ, ഭൂമി, കെട്ടിടങ്ങൾ, കുളങ്ങൾ, കുടിവെള്ള പദ്ധതികൾ, സ്ട്രീറ്റ് ലൈറ്റ് തുടങ്ങിയ പഞ്ചായത്തിന്റെ മുഴുവൻ ആസ്തികളും ഡിജിറ്റലൈസ് ചെയ്യുക എന്നതാണ് ആദ്യഘട്ടം. DG മുരിയാടിന്റെ പ്രാഥമിക ഘട്ടമായ സർവേ നടപടികൾ ആരംഭിച്ചു. സെന്റർ ഫോർ സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെന്റ് ആണ് DG മുരിയാടിന് സാങ്കേതിക സഹായം നൽകുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റ്ലപ്പിള്ളി പദ്ധതിയുടെ ഡിജിറ്റൽ സർവേ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് രതി ഗോപി അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി ചെയർമാൻമാരായ KP പ്രശാന്ത്, KU വിജയൻ, സരിത സുരേഷ്, ഭരണസമിതി അംഗം സേവ്യർ ആളൂക്കാരൻ, സെക്രട്ടറി റെജി പോൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. പഴയന്നൂരിൽ വീട്ടിൽ കയറി സ്ത്രീക്ക് നേരെ വധഭീഷണി മുഴക്കുകയും അസഭ്യം പറയുകയും ചെയ്ത യുവാവിനെ പഴയന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കുമ്പളക്കോട് ചുവന്ന മണ്ണിൽ സുധീഷാണ് അറസ്റ്റിലായത്. ശനിയാഴ്ച രാത്രിയാണ് സംഭവം. ബന്ധുവായ സ്ത്രീയെ അവരുടെ വീട്ടിൽ കയറി അപമാനിക്കുകയും അസഭ്യം പറയുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് പരാതി. പഴയന്നൂർ SHO MP എബിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ആന്ധ്രയിൽ കരാർ ജോലിക്ക് പോയ കൊടുങ്ങല്ലൂർ സ്വദേശിയെ തടവിലാക്കി മർദ്ദിച്ചതായി പരാതി. മേത്തല സ്വദേശി ഈശ്വരമംഗലത്ത് രമേശാണ് ആന്ധ്ര നെല്ലൂരിന് സമീപം മുത്തുക്കൂറിൽ ക്രൂരമർദ്ദനത്തിനിരയായത്. മുത്തുക്കൂറിലെ കമ്പനിയിൽ സെൻട്രൽ AC ഘടിപ്പിക്കാനായി കരാറെടുത്ത തന്നെ മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തി ജോലി ചെയ്യിച്ച് കരാർ തുക പൂർണ്ണമായി നൽകാതെ തിരിച്ചയക്കുകയും ചെയ്തതായി രമേശ് പറഞ്ഞു. ആവശ്യത്തിന് ഭക്ഷണം പോലും തനിക്ക് നൽകിയില്ലെന്നും താൻ പണം മുഴുവനായും കൈപ്പറ്റിയതായി എഴുതി വാങ്ങിയതായും രമേശ് പറയുന്നു. മർദ്ദനത്തിൽ പരിക്കേറ്റ രമേശിനെ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരു വാഗ്ദാനം ചെയ്തു. എന്നിട്ട് ഇവിടുന്ന് എന്നെ കൊണ്ടുപോയി 1 മാസത്തോളം ഒരു നേരം ഭക്ഷണം വയ്ക്കും, അരി. എന്നിട്ട് ഇത് ഞങ്ങൾ 2 പേർക്ക് ഇതെന്നു വെച്ചാൽ തുറന്ന് വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഈച്ച എടുക്കുന്നുണ്ടാവും. അത് തന്നെ 3 നേരമൊക്കെ ഇരുന്നായിട്ട് കഴിക്കുക. 2 പേരെ അങ്ങനെ ഇതായിട്ടൊന്നുമില്ല. ടോയ്ലറ്റിൽ വെള്ളം ഒഴിക്കാൻ യൂസ് ചെയ്യാനുള്ളതൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞു പണി വേണ്ടാന്നും പറഞ്ഞ് പോരാൻ നേരത്ത് അവർ സൂപ്പർവൈസർ വന്നിട്ടുണ്ട്. ഷർട്ട് പിടിച്ചിട്ട് വലിച്ച് കീറി അടിച്ച് ചേപ്പിക്കടിച്ച് സാധനം ഡ്രസ്സൊക്കെ മേടിച്ച് തിരിച്ചു വെച്ചു. വിഭജനത്തിന്റെ രാഷ്ട്രീയം കേരളത്തിൽ വിലപ്പോകില്ലെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്. AIYF കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മതിലകം സെന്ററിൽ സംഘടിപ്പിച്ച സത്യാഗ്രഹ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വർഗീയമായി ജനങ്ങളെ ഭിന്നിപ്പിച്ച് കലാപം ഉണ്ടാക്കുന്ന സംഘപരിവാർ അജണ്ട കേരളത്തിൽ പല ഘട്ടങ്ങളിലും പരീക്ഷിച്ചു നോക്കിയതാണ്. അതെല്ലാം കേരളത്തിലെ ജനങ്ങൾ പരാജയപ്പെടുത്തിയിട്ടുണ്ടെന്നും KK വത്സരാജ് പറഞ്ഞു. AIYF മണ്ഡലം പ്രസിഡന്റ് KM അനൂപ് അധ്യക്ഷത വഹിച്ചു. AIYF ജില്ലാ കമ്മിറ്റി അംഗം MS നിഖിൽ ഭരണഘടനയുടെ ആമുഖം ചൊല്ലിക്കൊടുത്തു. സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നവരെ ET ടൈസൺ MLA, CPI മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ്, അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് AD സുദർശനൻ തുടങ്ങിയവർ ഹാരാർപ്പണം നടത്തി. AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പാറേരി, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ CK ശ്രീരാജ്, TB വിപിൻ തുടങ്ങിയവർ സംസാരിച്ചു. വലിയ അന്തരമുള്ള ജനത ജീവിക്കുന്ന പ്രദേശമാണ്. മംഗോളിയൻ വംശജരായിട്ടുള്ള ആളുകളാണ് നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഭാരതീയരായിട്ടുള്ള ജനത എന്ന് നമുക്കറിയാം. അവരുടേതായിട്ടുള്ള വംശീയ പ്രശ്നങ്ങൾ പല. എളവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പണ്ടർക്കാട് സ്വദേശി പരേതനായ നരിയംപുള്ളി സന്തോഷിന്റെയും സജിതയുടെയും മകൾ സീതയെയാണ് വീട്ടിൽ ഫാനിൽ സാരിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ പാവർട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. പാവർട്ടി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ 9 ദിവസം നീണ്ടു നിൽക്കുന്ന ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞത്തിന് തുടക്കമായി. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് V ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടാലാത്ത്, ദേവസ്വം കമ്മീഷണർ C അനിൽകുമാർ, അസിസ്റ്റന്റ് കമ്മീഷണർ KK കല, വടക്കാഞ്ചേരി ദേശം പൂര കമ്മിറ്റി പ്രസിഡന്റ് CA ശങ്കരൻകുട്ടി എന്നിവർ സംസാരിച്ചു. ഓങ്കാരാശ്രമ മഠാധിപതി സ്വാമി നിഗമാനന്ദ തീർത്ഥപാദർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഭാഗവതോത്തമൻ ആലപ്പാട്ട് രാമചന്ദ്രമേനോനാണ് യജ്ഞാചാര്യൻ. ജീവിത മൂല്യങ്ങളെയും അവയ്ക്ക് ഓരോ കാലഘട്ടത്തിലും. ദേശീയപാത പാലിയേക്കര മേൽപ്പാലത്തിന് സമീപം KSRTC ബസും കാറും കൂട്ടിയിടിച്ച അപകടം. നെടുമ്പാശ്ശേരിയിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് പോയിരുന്ന കാറിൽ തൃശൂരിലേക്ക് വന്നിരുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസാണ് ഇടിച്ചത്. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മേൽപ്പാലത്തിലൂടെ പോകേണ്ട കാർ വഴിതെറ്റി പെട്ടെന്ന് സർവീസ് റോഡിലേക്ക് തിരിക്കുന്നതിനിടെ പുറകിൽ നിന്ന് വന്ന ബസ് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ ഡിവൈഡറിലേക്ക് കയറി ദിശാ ബോർഡിൽ ഇടിച്ചാണ് നിന്നത്. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്നു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു.
തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായി വടക്കേക്കാട് ഡിവിഷൻ മെമ്പർ റഹീം വീട്ടിപ്പറമ്പിലിനെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. മുൻധാരണയനുസരിച്ച് എ വി വല്ലഭൻ രാജിവെച്ച സ്ഥാനത്തേക്കാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. കഴിഞ്ഞ 15-നാണ് വല്ലഭൻ ആരോഗ്യ വിദ്യാഭ്യാസ അധ്യക്ഷൻ സ്ഥാനം രാജിവെച്ചത്. അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് വി.ടി. മുരളി വരണാധികാരിയായി വടക്കേക്കാട് ഡിവിഷനിൽ നിന്ന് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് റഹീം വീട്ടിപ്പറമ്പിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. നിലവിൽ കിസാൻ ജനതയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് റഹീം വീട്ടിപ്പറമ്പിൽ. നടനവിസ്മയം പകർന്നേകി മോഹിനിയാട്ടത്തിന്റെ കുലപതിയും ആചാര്യയുമായ കലാമണ്ഡലം ഹൈമാവതി വീണ്ടും അരങ്ങിലെത്തി. കോതച്ചിറ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ നവീകരിച്ച ഊട്ടുപുരയുടെ സമർപ്പണത്തോടനുബന്ധിച്ചാണ് 68-കാരിയായ ഹൈമവതി 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചിലങ്കയണിഞ്ഞത്. വ്യക്തിപരമായ കാരണങ്ങളാൽ 2017 മുതൽ നൃത്തരംഗത്ത് നിന്ന് താൽക്കാലികമായി വിട്ടുനിൽക്കുകയായിരുന്നു ഹൈമവതി ടീച്ചർ. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ ഒട്ടനവധി അംഗീകാരങ്ങൾ നേടിയ ഗുരുനാഥ പഴയ നടന വൈഭവത്തോടെ വീണ്ടും അരങ്ങിലെത്തിയത് ലോകമാകെ പരന്നുകിടക്കുന്ന നൂറുകണക്കിന് ശിഷ്യഗണങ്ങൾക്ക് അതിരേറ്റ ആഹ്ലാദമായി. ശ്രീനാരായണ ഗുരു രചിച്ച ദൈവദശകം മോഹിനിയാട്ട രൂപത്തിൽ ചിട്ടപ്പെടുത്തി നൃത്താവതരണത്തിന് നേതൃത്വം നൽകിയത് ഹൈമവതിയാണ്. വിദേശ രാജ്യങ്ങളടക്കം 1500-ലധികം വേദികളിൽ ദൈവദശകം അവതരിപ്പിച്ചു. തന്റെ മാസ്റ്റർ പീസായ ഓമനത്തിങ്കൾ കിടാവോ, കരുണ ചെയ്യുവാൻ എന്തു താമസം എന്നിവയാണ് കോതച്ചിറയിലെ നിറഞ്ഞ സദസ്സിൽ ടീച്ചർ അവതരിപ്പിച്ചത്. പലതും ഹൈമവതിയുടെ ഗുരുവായ കലാമണ്ഡലം സത്യഭാമ ചിട്ടപ്പെടുത്തിയതാണ്. കഥകളി ആചാര്യൻ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ, ഡോക്ടർ CM ശ്രീകൃഷ്ണൻ, കഥകളി ആസ്വാദകനായ CM ജനാർദ്ദനൻ എന്നിവരുടെ സ്നേഹത്തോടെയുള്ള നിർബന്ധത്തിന് വഴങ്ങിയാണ് വീണ്ടും ചിലങ്കയണിഞ്ഞതെന്ന് ഹൈമവതി ടീച്ചർ പറഞ്ഞു. 33 വർഷം കലാമണ്ഡലത്തിലെ അധ്യാപികയായിരുന്ന ഗുരുവിന്റെ നൃത്തച്ചുവടുകൾ ആസ്വദിക്കുന്നതിന് ശിഷ്യരും ആസ്വാദകരുമായി നൂറുകണക്കിന് കാണികളും സദസ്സിൽ ഉണ്ടായിരുന്നു. TCV കുന്നംകുളം. ഓണം പട്ടിണിയിലാക്കിയ പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ ചേലക്കരയിൽ പട്ടിണി മാർച്ച് നടത്തി. ചേലക്കര, പങ്ങാരപ്പള്ളി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സപ്ലൈകോ സ്റ്റോറിലേക്ക് നടത്തിയ മാർച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PM അനീഷ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ചേലക്കര മണ്ഡലം പ്രസിഡന്റ് വിനോദ് പന്തലാടി അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി E. വേണുഗോപാല മേനോൻ, DCC ജനറൽ സെക്രട്ടറിമാരായ TM കൃഷ്ണൻ, TA രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്വന്തമായി ഭൂമിയില്ലാത്ത നാടോടികൾ ഉൾപ്പെടെയുള്ളവരുടെയും നിരാലംബരായവരെയും പുനരധിവസിക്കുന്ന പദ്ധതിക്ക് എടത്തിരുത്തി പഞ്ചായത്തിൽ തുടക്കമായി. ഇതിന്റെ ആദ്യപടിയായി ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായി. പ്രവാസി വ്യവസായി ചാമക്കാല സ്വദേശി അബ്ദുൾ ജബ്ബാർ 6 സെന്റ് ഭൂമി വാങ്ങി പഞ്ചായത്തിന് കൈമാറി. സ്ഥലത്ത് 2 നിലകളിലായി MLA ഫണ്ട് വിനിയോഗിച്ച് 4 ഫ്ളാറ്റുകൾ പണിതീർക്കാനാണ് തീരുമാനം. യൂണിവേഴ്സൽ കോളേജിൽ നടന്ന ചടങ്ങിൽ അബ്ദുൾ ജബ്ബാറിൽ നിന്ന് ഭൂമിയുടെ ആധാരം E.T. ടൈസൺ MLAയും പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബുവും ചേർന്ന് ഏറ്റുവാങ്ങി. നേരത്തെ നാടോടി കുടുംബങ്ങൾക്ക് റേഷൻ കാർഡ്, ആധാർ കാർഡ് ഉൾപ്പെടെയുള്ളവ MLAയുടെ ശ്രമഫലമായി നൽകിയിരുന്നു. വായനാ മാസാചരണത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ സാഹിത്യ സദസ്സ് സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ MK ജോസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് NP അജയൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ്, സാഹിത്യകാരി സ്മിത കോടനാട് എന്നിവർ മുഖ്യാതിഥികളായി. SMC ചെയർമാൻ PT സുശാന്ത്, PTA അംഗം KT റിനോൾഡ്, അധ്യാപകൻ PA അൻവർ എന്നിവർ സംസാരിച്ചു. ഹിരോഷിമ ദിനത്തിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോലഴി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചർച്ചാ ക്ലാസും യുദ്ധവിരുദ്ധ റാലിയും സംഘടിപ്പിച്ചു. ഹിരോഷിമ ചരിത്രത്തിലെ കണ്ണുനീർ എന്ന വിഷയത്തിൽ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിലെ മുൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ TR ഗോവിന്ദൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. സിമെറ്റിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ SN പോറ്റി ആമുഖ പ്രഭാഷണം നടത്തി. പരിഷത്ത് മേഖലാ പ്രസിഡന്റ് MN ലീലാമ്മ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി IK മണി, KR ദിവ്യ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ബാലവേദികളിലെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അണിചേർന്ന യുദ്ധവിരുദ്ധ റാലിക്ക് ജില്ലാ കമ്മിറ്റി അംഗം PV സൈമി, BK മുകുന്ദൻ, ഡോക്ടർ ആദിൽ നഫർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരുമ വേലൂപ്പാടത്തിന്റെ വാർഷികാഘോഷവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഒരുമ പ്രസിഡന്റ് ബേബി വാഴക്കാല അധ്യക്ഷത വഹിച്ചു. റിട്ടയേർഡ് പ്രധാന അധ്യാപകൻ ബാബു ജോസ് തട്ടിൽ, ഇരിങ്ങാലക്കുട റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ AB പ്രസാദ് എന്നിവർ ക്ലാസുകൾ നയിച്ചു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു.
യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയായിരുന്ന AC ഹനീഫയുടെ 8ാം രക്തസാക്ഷിത്വ ദിനം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ചാവക്കാട് സെന്ററിൽ നടന്ന രക്തസാക്ഷിത്വ ദിനാചരണം DCC ജനറൽ സെക്രട്ടറി KD വീരമണി ഉദ്ഘാടനം ചെയ്തു. സിബിൽ ദാസ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി P യതീന്ദ്രദാസ്, UDF കൺവീനർ K നവാസ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KV ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു. അളഗപ്പ മിൽ തുറന്ന് പ്രവർത്തിക്കുന്നതിനു വേണ്ട നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കണമെന്ന് AITUC പുതുക്കാട് മണ്ഡലം സമ്മേളനം ആവശ്യപ്പെട്ടു. കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് അനുകൂല നടപടിയുണ്ടായില്ലെങ്കിൽ മിൽ സംസ്ഥാന സർക്കാരിന് കൈമാറണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. AITUC സംസ്ഥാന സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. KS തങ്കപ്പൻ പതാക ഉയർത്തി. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം VS പ്രിൻസ്, TK സുധീഷ്, PD റെജി, M രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നിരോധിത ലഹരി വസ്തുവായ MDMA കൈവശം വെച്ച യുവാവിനെ പഴയന്നൂർ പോലീസ് പിടികൂടി. പഴയന്നൂർ ചീരക്കുഴി കല്ലിങ്ങപ്പറമ്പിൽ വീട്ടിൽ ഷാലിക്കാണ് പിടിയിലായത്. അറസ്റ്റ് ചെയ്ത പ്രതിയെ സ്റ്റേഷനിൽ നിന്നും ജാമ്യത്തിൽ വിട്ടയച്ചു. സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ കണ്ടെത്തുന്നതിന്റെ ഭാഗമായുള്ള പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. പാവർട്ടി സാന്റ് ജോസ് ആശുപത്രിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. TN പ്രതാപൻ MP ആഘോഷം ഉദ്ഘാടനം ചെയ്തു. ആശുപത്രിയുടെ പ്രവർത്തന കാര്യക്ഷമതയ്ക്ക് ലഭിച്ച NABH അംഗീകാര പ്രഖ്യാപനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് വള്ളൂരാൻ അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ ഫാദർ ജോൺസൺ ഐനിക്കൽ, ഫാദർ ജോസഫ് ആലപ്പാട്ട്, സിസ്റ്റർ ഡോക്ടർ റൂബി തെരേസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഏറ്റവും എളിയമായ ഒരു വ്യക്തി കിടക്കുന്നത് എല്ലാം പുതിയ തലത്തിലേക്ക് മാറിക്കൊണ്ടേയിരിക്കും. മിഷൻ ഇന്ദ്രധനുഷ് പദ്ധതിയുടെ ഭാഗമായി 5 വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങൾക്ക് വാക്സിനുകൾ നൽകുന്നതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പുന്നയൂർകുളത്ത് നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അജിത്ത് അധ്യക്ഷത വഹിച്ചു. MLSP കീർത്തി, അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുലക്ഷ്മി തുടങ്ങിയവർ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ബ്ലഡ് ക്യാൻസർ ബാധിച്ച കുരുന്നിന്റെ ജീവൻ നിലനിർത്താൻ ബസ് സർവീസ് നടത്തി സ്വകാര്യ ബസ്സുകൾ മാതൃകയാവുന്നു. ജവാൻ, ബിൻസി എന്നീ സ്വകാര്യ ബസ്സുകളാണ് ഒരു ദിവസത്തെ കാരുണ്യയാത്ര നടത്തി ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്തുന്നത്. ഈ ബസ് യാത്ര കാരുണ്യത്തിൻ്റെതാണ്. ബ്ലഡ് ക്യാൻസർ ബാധിച്ച് വെല്ലൂർ CMCയിൽ ചികിത്സയിൽ കഴിയുന്ന കുണ്ടൂക്കാട് സ്വദേശിനി 9 വയസ്സുള്ള ലിയമോളുടെ ചികിത്സയ്ക്ക് കൈത്താങ്ങാകുന്നതിനായാണ് ഈ കാരുണ്യയാത്ര. 1 വർഷത്തോളമായി ക്യാൻസർ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ലിയമോളുടെ ജീവൻ രക്ഷിക്കാൻ 35 ലക്ഷത്തോളം രൂപ വേണം. നേരത്തെ നാട്ടുകാർ ഒത്തുചേർന്ന് ബിരിയാണി ചലഞ്ച് നടത്തിയെങ്കിലും ആവശ്യമായ തുക കണ്ടെത്താനായില്ല. ഇതേ തുടർന്നാണ് തൃശൂർ പുന്നംപറമ്പ് വടക്കാഞ്ചേരി റൂട്ടിലോടുന്ന ജവാൻ, തൃശൂർ കട്ടിലപ്പൂവം റൂട്ടിലോടുന്ന ബിൻസി എന്നീ ബസ്സുകൾ കാരുണ്യയാത്ര നടത്തുന്നത്. ആദ്യ ദിനത്തിൽ ജവാൻ ബസ്സാണ് സർവീസ് നടത്തിയത്. ഇന്ന് ഞങ്ങളുടെ ഈ ജവാൻ ബസ് ചെറിയൊരു കാരുണ്യ പ്രവർത്തനം, വലിയൊരു കാരുണ്യ പ്രവർത്തനം വേണ്ടി ഓടുകയാണ്. കുണ്ടുകാട് കട്ടിലപ്പൂത്തുള്ള ഒരു പേര കുഞ്ഞിന് വേണ്ടിയിട്ട്, അതിൻ്റെ ജീവന് വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഡ്രൈവർമാരും കണ്ടക്ടർമാരും നാട്ടുകാരും എല്ലാവരും ഒത്തൊരുമിച്ച് ഇന്നത്തെ ദിവസം ഈ കാരുണ്യ പ്രവർത്തനം നടത്തുന്നത്. ഒരു ജീവൻ നൽകാൻ എനിക്ക് കഴിയില്ല, പക്ഷേ ഒരു ജീവൻ പോവാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന കാര്യം ചെയ്യുക എന്നാണ് എൻ്റെ ഒരു കാരുണ്യം. അടുത്ത ദിവസം ബിൻസി ബസ് സർവീസിന്റെ 4 ബസ്സുകളും കാരുണ്യയാത്ര നടത്തും. ഡീസൽ കാശോ ജീവനക്കാരുടെ ശമ്പളമോ എടുക്കാതെയാണ് ഈ കാരുണ്യയാത്ര. ബസ് ജീവനക്കാരുടെയും ഉടമകളുടെയും ഈ കാരുണ്യ പ്രവൃത്തി കണ്ട് ബസ് യാത്രക്കാർ മാത്രമല്ല, ബസ് സ്റ്റാൻഡിലുള്ളവരും വഴിയരികിൽ കാത്തുനിന്നവരുമെല്ലാം മനസ്സറിഞ്ഞ് പണം നൽകി. സംബന്ധിച്ച് അറിയണാണ്, കുടുംബം അറിയണാണ്. അപ്പോൾ ഈ വാഹനത്തിരിക്കുന്നവർ നമ്മൾ ഈ പിരിവിന് വരുന്നത് നമ്മളെ ചിലവഴിക്കാനല്ല, അപ്പോൾ എല്ലാവർക്കും ഒരു കുട്ടിക്ക് വേണ്ടി ഒരു ആവശ്യമാണ്. അപ്പോൾ ഇവരുടെ മനക്കേട് നമ്മളോരോ ആവശ്യങ്ങൾ പോയി. അപ്പോൾ പരമാവധി നമ്മൾ 4 തരം കറിയുണ്ടെങ്കിൽ തന്നെ അത് 2 തരം ആക്കിയിട്ടായാലും ഈ കുട്ടിയെ സഹായിക്കാൻ വേണ്ടി വളരെയധികം ആത്മാർത്ഥത്തോടുകൂടി ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ പരമാവധി സഹായിക്കുക. ഈ കാരുണ്യ പ്രവൃത്തി നടത്തുന്നത് നല്ല കാര്യമാണ്. ജനങ്ങൾക്ക് മുമ്പിൽ ഒരു വഴിത്തിരിവാവട്ടെ ഈ സന്തോഷേട്ടൻ്റെ ഈ പിരിവ്. നമ്മുടെ എല്ലാവർക്കും മക്കളുള്ളതാണ്. കുഞ്ഞുമോളാണ്, 6 വയസ്സുള്ളൂ. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി നമ്മളെല്ലാവരും സഹകരിക്കുക, പറ്റുന്നത്ര സഹായങ്ങൾ ചെയ്യുക, അത്രേ പറയാനുള്ളൂ. ലിയമോളുടെ ചികിത്സയ്ക്ക് കൈത്താങ്ങാവാൻ സുമനസ്സുകൾക്ക് തൃശൂർ ഫെഡറൽ ബാങ്ക് മെയിൻ ശാഖയിലെ
101400392127 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. ഈ ബസ് യാത്ര കാരുണ്യത്തിൻ്റെ ഉദാത്ത മാതൃകയാണ്. ഒരു കുരുന്ന് ജീവൻ രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ഇവരുടെ ഉദ്യമത്തിൽ ഞങ്ങളും പങ്കാളികളാകുകയാണ്. ഇനി സുമനസ്സുകളുടെ കാരുണ്യമാണ് വേണ്ടത്. ക്യാമറമാൻ കൃഷ്ണകുമാർ കെ മലയിലിനൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TCV ന്യൂസ്. പഴുവിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ഔഷധക്കഞ്ഞി വിതരണവും സംഘടിപ്പിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ ഉദ്ഘാടനം ചെയ്തു. ഉപദേശക സമിതി പ്രസിഡന്റ് PA ദേവിദാസ് അധ്യക്ഷത വഹിച്ചു. ദേവസ്വം ബോർഡ് മെമ്പർ പ്രേമരാജൻ ചുണ്ടലാത്ത്, അസിസ്റ്റന്റ് കമ്മീഷണർ BN സ്വപ്ന, ദേവസ്വം ഓഫീസർ PU നന്ദനൻ എന്നിവർ പങ്കെടുത്തു. അവർക്ക് നേതൃത്വപരമായിട്ടുള്ള പങ്കാളിത്തം വഹിക്കുന്ന ഇവിടുത്തെ ക്ഷേത്ര ഉപദേശ സമിതി. ചേർപ്പ് പൂത്തറയ്ക്കൽ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ മുലയൂട്ടൽ വാരാചരണത്തിന്റെ ഭാഗമായി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പ്രിയലത പ്രസാദ് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. സിനി പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ED ലിംസി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ AI മുഹമ്മദ് മുജീബ്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് KB അംബുജാക്ഷി, ബ്ലോക്ക് PRO ജീസൺ, ML SP നഴ്സ് വിജി കൃപ തുടങ്ങിയവർ പങ്കെടുത്തു. പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡീസ് സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം പ്രവർത്തനം ആരംഭിച്ചു. പെരിങ്ങോട്ടുകര എക്സ് സർവീസ്മെൻ ഹാളിൽ നടന്ന ചടങ്ങിൽ ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ സ്റ്റഡീസ് സെന്റർ ചെയർമാൻ ആൻഡോ തുറയൻ അധ്യക്ഷത വഹിച്ചു. താന്യം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ സമ്മാന വിതരണം നടത്തി. മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ CT ജോസ്, VK പ്രദീപ്, രാമൻ നമ്പൂതിരി, MB സജീവൻ, ശ്രീഭദ്ര കൊടപ്പുള്ളി, നിസാർ കുമ്പങ്കണ്ടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യമായിട്ടാണ് ഇങ്ങനെ നമ്മളെ ഏരിയയിൽ പെരുങ്ങോട്ടുകര ആയിട്ട് തുടങ്ങി വയ്ക്കുന്ന ഒരു ഫോം. നമ്മുടെ ഇതിൽ പങ്കെടുക്കുന്ന ആൾക്കാരിൽ നിന്ന് നമുക്കറിയാം. ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ ഹിരോഷിമ ദിനത്തോടനുബന്ധിച്ച് തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയേഴ്സ് യുദ്ധത്തിനെതിരെ സമാധാന മൗനജാഥ സംഘടിപ്പിച്ചു. കറുത്ത മാസ്ക് ധരിച്ച് മെഴുകുതിരിയും സമാധാന സന്ദേശങ്ങൾ എഴുതിയ പ്ലക്കാർഡുമായാണ് മൗനജാഥ നടത്തിയത്. VS ആര്യ, അഭിഷിക്, അനുശ്രീ, EV ഗൗതം കൃഷ്ണ എന്നിവർ ജാഥയ്ക്ക് നേതൃത്വം നൽകി. കൊരട്ടി കട്ടപ്പുറം ക്ഷീരസംഘത്തിൽ നടപ്പിലാക്കുന്ന സൗജന്യ പശുവളർത്തൽ പദ്ധതിക്ക് തുടക്കമായി. കാതിക്കുടം നീറ്റ ജലാറ്റിൻ കമ്പനിയുടെ സാമൂഹ്യ ഉത്തരവാദിത്ത ഫണ്ടും കൊരട്ടി സർവീസ് സഹകരണ ബാങ്കിന്റെ പലിശരഹിത വായ്പയും ഉൾപ്പെടുത്തി 6 ലക്ഷം രൂപ ചെലവഴിക്കുന്ന പദ്ധതിയിൽ 10 ക്ഷീര കർഷകരാണ് ഗുണഭോക്താക്കൾ. പശുവളർത്തൽ വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് നിർവഹിച്ചു. കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ, കൊരട്ടി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അഡ്വക്കേറ്റ് KR സുമേഷ്, നൈനു റിച്ചു, കൊരട്ടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KP തോമസ് എന്നിവർ പങ്കെടുത്തു. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. കൊടുങ്ങല്ലൂർ ചന്തപ്പുരയിൽ കാർ കല്ലെറിഞ്ഞ് തകർത്ത സംഭവത്തിൽ 3 പേർ അറസ്റ്റിലായി. പ്രതികൾക്കെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു. മദ്യലഹരിയിൽ ബസ് ഓടിച്ച 2 ഡ്രൈവർമാരെ കുന്നംകുളം പോലീസ് പിടികൂടി. ഇരുവരുടെയും ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ്. എരുമപ്പെട്ടിയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ സ്ഥാപിക്കാൻ വെട്ടിപ്പൊളിച്ച റോഡുകൾ ശരിയാക്കിയില്ല. യാത്രാ ദുരിതത്തിൽ പ്രതിഷേധവുമായി ഓട്ടോ തൊഴിലാളികളും യാത്രക്കാരും. സാങ്കേതിക തടസ്സങ്ങൾ നീക്കാൻ ജില്ലാ കളക്ടറുടെ ഇടപെടൽ. പൈങ്കുളം വായനശാല അങ്കണവാടിക്ക് പുതിയ കെട്ടിടം പണിയാൻ തീരുമാനമായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.